അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ ഖുർആൻ ഹൃദയങ്ങളെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഖുർആൻ്റെ അവതരണ ലക്ഷ്യമായിട്ട് അള്ളാഹു പറയുന്നത് സൂറത്ത് സ്വാദിൻ്റെ 29-ാമത്തെ വചനത്തിൽ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇത് അനുഗ്രഹീത മുബാറക്ക് ബർക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്. പക്ഷേ ആ ഗ്രന്ഥം നിങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ അത് കേവലം ആ ബർക്കത്തിന് വേണ്ടി പാരായണം ചെയ്യപ്പെട്ടു പോകേണ്ട, അതല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ വാഹനത്തിൽ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഡെയിലി ബാക്ക്ഗ്രൗണ്ട് വോയിസായിട്ട് പ്ലേ ചെയ്ത് അത്തരത്തിൽ അതിനു വേണ്ടി മാത്രമുള്ളതല്ല. രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമായിട്ട് അള്ളാഹു ആയത്തിൽ പറയുന്നത്. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ലിയദ്ദബ്ബറു ആയാതിഹി. ആ പദത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. അതായത് ആ വചനങ്ങളെ സംബന്ധിച്ച് അതിലുള്ള വചനങ്ങളെ ആഴത്തിൽ ചിന്തിക്കാനും പരിശോധിക്കാനും വേണ്ടിയിട്ടാണ്. ഉപരിപ്ലവമായിട്ട് വായിച്ചു പോകാനല്ല, മറിച്ച് അതിലുള്ള ആയത്തുകളെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാനാണ്. ശേഷം ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നത് വലിയതദക്കറ ഉലുൽ അൽബാബ്. ഉലുൽ അൽബാബായിട്ടുള്ള ക്ലിയർ മൈൻഡുള്ള ആളുകൾക്ക് അതിൽ പറയുന്ന ആയത്തുകളെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാനും അതിൽ നിന്നും ആ ഉത്ബോധനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം നൽകിയത് എന്നുള്ളതാണ്. ആ ഗ്രന്ഥത്തെ നിങ്ങൾ ഏത് രൂപത്തിൽ സമീപിക്കരുത് എന്നുള്ളതിന് അള്ളാഹു മുൻഗാമികളുടെ ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ബനു ഇസ്രായേലിനും വേദഗ്രന്ഥം നൽകിയിരുന്നു. അവരതിനോട് സ്വീകരിച്ച സമീപനം ഇപ്പോൾ സൂറത്തുൽ ജുമുഅയുടെ 5-ാമത്തെ വചനത്തിൽ മസലുല്ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ആ ഇസ്രായേലർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിലമതിക്കാനാകാത്ത വിജ്ഞാനങ്ങൾ അടങ്ങിയ വലിയ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാണ്ഡം ചുമക്കുന്ന ഒരു കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറത്തുള്ളത് കേവലം ഒരു ഭാരം മാത്രമാണ്. ആ ഗ്രന്ഥത്തിനകത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ആ സന്ദേശങ്ങളെ നിങ്ങൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിനെയും ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ആ ഗ്രന്ഥത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഗ്രന്ഥം ആവശ്യപ്പെടുന്ന രൂപത്തിൽ നമ്മളതിനെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഖുർആൻ നൂറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സകല ഇരുട്ടുകൾക്കുള്ള വെളിച്ചം ആ ഗ്രന്ഥത്തിലുണ്ട്. പക്ഷേ വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് ഓഫ് ചെയ്ത് ഇരുട്ടിലുള്ള ആളുകളെ നമ്മൾ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറബിയിൽ പറയാറുണ്ട് കൽ ഐസി ഫിൽ ബൈദാ യഖ്തുലു അൽമ വൽമാഉ ഫൗഖ ദുഹൂരിഹാ മഹ്മൂൽ. മരുഭൂമിയിലൊരൊട്ടകം അല്ലെങ്കിൽ ഒരു കഴുത അത് വെള്ളം കിട്ടാതെ കഠിനമായിട്ടുള്ള ദാഹം കാരണം അവസാനം ചത്തുപോവുകയാണ്. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു വലിയ ടാങ്ക് അത് ചുമക്കുന്നുണ്ടായിരുന്നു. ആ രൂപത്തിലാണ് പലപ്പോഴും അതിൻ്റെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിൻ്റെ മുതുകിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉപകാരപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് വേദക്കാരെ സംബന്ധിച്ച് അവർ ഗ്രന്ഥത്തോട് സ്വീകരിച്ച സമീപനം വീണ്ടും ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 78-ാമത്തെ വചനത്തിൽ വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വ ഇൻഹും ഇല്ലാ യദുന്നൂൻ. അവർക്ക് അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. കേവലം കേട്ടുകേൾവി, ചില ഊഹങ്ങൾ മാത്രമാണ് അവർ പിന്തുടരുന്നത്. അതിനകത്തെന്താന്ന് അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണ അവർക്കില്ല. അതുമാത്രമല്ല അവരുടെ സ്വകാര്യ താല്പര്യങ്ങളെയാണ് അവർ ആ ഗ്രന്ഥത്തേക്കാൾ മുകളിൽ വെക്കുന്നത്. സൂറത്തുൽ ബഖറയിൽ തന്നെ വീണ്ടും 85-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അഫതുഅ്മിനൂന ബി ബഅദിൽ കിതാബി വ തക്ഫുറൂന ബി ബഅദ്. ആ ഗ്രന്ഥത്തിനകത്ത് നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ തനിക്ക് സൗകര്യമുള്ളത് മാത്രം പിൻപറ്റുകയും മറ്റുള്ളതിനെ സൗകര്യപൂർവ്വം അവഗണിക്കുകയും ചെയ്യുന്ന സമീപനം. അപ്പം അവരുടെ സമാനമായിട്ടുള്ള അതേ സമീപനം നമുക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥത്തോട് നമ്മൾ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അഡ്വാൻസ് ആയിട്ട് അവരുടെ ആ ചരിത്രം ആവർത്തിച്ച് പറയുന്നത്. ആ ഖുർആനോട് ആ ഒരു അതിക്രമം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിതൻ മനോഹരമായിട്ട് പറയുന്നുണ്ട് അസ്കിത്തുഹു ഹൈസു നതഖ് വ അൻതിഖുഹു ഹൈസു സക്കത്ത്. അതായത് ആ ഗ്രന്ഥം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ നിശബ്ദാക്കും, അതേസമയം അത് നിശബ്ദാകുന്ന സമയത്ത് അത് സംസാരിക്കുന്നതായിട്ട് പറയുകയും ചെയ്യും. ആ രൂപത്തിലുള്ള ഒരു അതിക്രമമാണ് ആ ഗ്രന്ഥത്തോട് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ ആ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകൾക്കെതിരെ നാളെ പരസ്യമായിട്ട് മരണാനന്തര ജീവിതത്തിൽ ആ ഗ്രന്ഥം നമ്മളിലേക്ക് എത്തിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരാതി പറയുന്നതായിട്ട് ആ ഒരു ഭയാനകരായിട്ടുള്ള രംഗം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ഫുർഖാൻ്റെ 30-ാമത്തെ വചനത്തിൽ വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഓ അല്ലാഹ്, എൻ്റെ കൗമിലുള്ള ഒരു കൂട്ടം ആളുകൾ അവർ ആ ഖുർആനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവഗണന പല രൂപത്തിലാകാം. ചില ആളുകൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്. അവർ ഖുർആനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും ഒരു മാസം റമളാൻ മാസത്തിലെ മറ്റോ ആയിരിക്കും അത് കാണുന്നത് തന്നെ. മറ്റു ചില ആളുകൾ അവർ കേവലം ഉപരിപ്ലവമായിട്ടുള്ള ഒരു വായനക്കപ്പുറം അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ അവർ തയ്യാറായില്ല. ജീവിതത്തിൽ ആ ഖുർആൻ്റെ മാർഗദർശനം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനവർ സന്നദ്ധമായില്ല എന്നുള്ളതാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സമീപനം നടത്തിയ ആളുകൾക്കെതിരെ പരാതി പറയുന്നതായിട്ട് ആ ഭീകര നിമിഷത്തെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും. അള്ളാഹു
ആ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. ചേർത്ത് വായിക്കേണ്ടത് സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിലുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്യുന്നുണ്ട്. യഖ്റുജു മിൻ ആഖിരി സമാൻ ഖൗമൻ മിൻ ഉമ്മത്തി. ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം വരും, അവർ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ലാ യുജാബിസു ഹനാജിറഹും, അത് അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഉപരിപ്ലവമായിട്ടുള്ള ആ വായനയെ സംബന്ധിച്ചാണ് അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഖുർആൻ നൽകിയതിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് ലിയദ്ദബ്ബറു ആയാത്തിഹി, ആ തദബ്ബുറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തദബ്ബുർ എന്നുള്ള ആ ഒരു പദം, ഇപ്പോൾ ദുബുർ എന്ന് വെച്ചാൽ പിറകിൽ എന്നുള്ള അർത്ഥമാണ്. സൂറത്ത് യൂസുഫിൽ 27-ാമത്തെ വചനത്തിൽ ആ അസീസിൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട ആ സംഭവത്തിൽ വ ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുർ, ആ ഷർട്ട് പിറകിൽ, ആ പിറകിൽ എന്നുള്ള അർത്ഥം വരുന്ന ആ റൂട്ട് വേർഡ് ദുബുർ എന്നുള്ള പദം ഇവിടെ കാണാൻ സാധിക്കും. അള്ളാഹു പറയുന്ന ആ വാക്കിന് അല്ലെങ്കിൽ ആയത്തിൻ്റെ പിറകിൽ അല്ലെങ്കിൽ ആ വരികൾക്കിടയിലൂടെ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും അത് സൂം ചെയ്ത് ആ ഡീപ്പ് ഡൈവ് ചെയ്ത് അതിലുള്ള ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് ആ ഗ്രന്ഥം നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് രൂപത്തിലായിരുന്നു ആ സ്വഹാബത്ത് അതിനെ ഉൾക്കൊണ്ടത് എന്നുള്ളത് ഹദീസുകൾ തന്നെ കാണാൻ സാധിക്കും. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ച ആളുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇത്തരം ആളുകൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഈ രൂപത്തിലാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു 10 ആയത്തുകൾ അവർ പഠിച്ചാൽ അന്നഹും കാനു ഇദാ യതഅല്ലമു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആയാത്ത്, 10 ആയത്തുകൾ പഠിച്ചാൽ ലം യുജാബിസുഹാ ഹത്താ യതഅല്ലമു മാ ഫീഹാ മിനൽ ഇൽമി വൽ അമൽ, ആ പഠിച്ച 10 ആയത്തുകളിലുള്ള അറിവ് ആഴത്തിൽ ഗ്രഹിച്ച് അത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നത് വരെ അടുത്ത 10 ആയത്തുകളിലേക്ക് ഞങ്ങൾ കടക്കാറില്ലായിരുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിലായിരുന്നു അവർ ആ ഖുർആൻ പഠിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥം മുവത്തയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ സൂറത്തുൽ ബഖറ പഠിക്കാൻ 5-ലധികം വർഷം 8 സിനീൻ 8ഓളം വർഷം എടുത്തു എന്നെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അത് കേവലം പെട്ടെന്ന് മനപ്പാടാക്കാൻ അറിയാനിട്ടല്ല, മറിച്ച് അവർ കേവലം മനപ്പാടാക്കി പോവുകയായിരുന്നില്ല, മറിച്ച് ഓരോ ആയത്തുകളും അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ നടപ്പിലാക്കിയായിരുന്നു അടുത്ത ആയത്തുകളിലേക്ക് അവർ പ്രവേശിച്ചിരുന്നത്. അതായത് ക്വാണ്ടിറ്റി ആയിരുന്നല്ല, മറിച്ച് ക്വാളിറ്റി ആയിരുന്നു അവർ പ്രാധാന്യം നൽകിയിരുന്നത്. ഇത് പറയുന്ന സമയത്ത് തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും കേവല പാരായണം, മനപ്പാടാക്കലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഖുർആനായിട്ട് ഏത് രൂപത്തിൽ ബന്ധപ്പെട്ടാലും അത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ അതിൽ നിന്നൊരു അക്ഷരം നിങ്ങൾ പാരായണം ചെയ്താൽ അതിന് 10 പ്രതിഫലമുണ്ട്. അലിഫ് ലാം മീം എന്ന് ഓതിയാൽ അതിന് 30 പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പാരായണം ചെയ്യുന്നതിന് 2 പ്രതിഫലം ഉണ്ടെന്നല്ല റസൂലുള്ളാഹി പറയുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റെ പ്രാഥമിക സ്റ്റേജ് മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ തിലാവത്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത് പാരായണത്തിന്. സൂറത്തുൽ ബഖറയിൽ 121-ാമത്തെ വചനത്തിൽ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. അപ്പോൾ തിലാവത്ത് എന്നുള്ള ആ ഒരു പദം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരർത്ഥം പിന്തുടരുക എന്നുള്ളതാണ്. അതേ റൂട്ടിൽ വരുന്ന ഇപ്പോൾ സൂറത്തു ഷംസിൻ്റെ 2-ാമത്തെ വചനത്തിൽ വൽ ഖമറു ഇദാ തലാഹ, സമാനമായിട്ടുള്ള റൂട്ടിൽ വരുന്ന പദമാണ് സൂര്യനെ പിന്തുടരുന്ന ആ ചന്ദ്രൻ. അതായത് കേവലം പാരായണം ചെയ്തു പോകുകയല്ല, മറിച്ച് ആ പാരായണം ചെയ്യുന്ന കാര്യത്തെ ജീവിതത്തിൽ പിന്തുടരുക എന്നുള്ളത്. അതാണ് തദബ്ബുറിൻ്റെ ഏറ്റവും ഉയർന്ന തലം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിരമിഡ് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഫസ്റ്റ് സ്റ്റേജായിട്ട് വരുന്നതാണ് ആ പാരായണം, തെർത്തീൽ എന്ന് പറയും. അത് ഭംഗിയോടുകൂടെ ഒടുക്കോടുകൂടെ ഓരോ വാക്കുകളും വ്യക്തമായി ഉച്ചരിച്ച് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയ തജ്വീദ് നിയമങ്ങളെല്ലാം അനുസരിച്ച് ഈണത്തോടുകൂടെ പാരായണം ചെയ്യുക, അതാണ് തെർത്തീൽ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുസമ്മിൽ വറത്തിലിൽ ഖുർആന തെർത്തീല അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ പിരമിഡിൻ്റെ ഫസ്റ്റ്. അത് പ്രധാനമായിട്ട് നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് അതിൻ്റെ 2-ാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് അത് തദബ്ബുറാണ്. ലിയദ്ദബ്ബറു ആയാത്തിഹി. അപ്പം എന്താണ് ഞാൻ പറയുന്നത്, നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും ആശയമെല്ലാം ഉൾക്കൊണ്ട് അത് ആഴത്തിൽ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുക. അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. പിന്നീട് ആ പിരമിഡിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നത് അമലാണ്, പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ പരിവർത്തനങ്ങളാണ്. അതായത് തദബ്ബുറിൻ്റെ അനന്തരഫലമായിട്ട് ആ വചനത്തിലൂടെ അള്ളാഹു എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത് ഞാനുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നെല്ലാം ആഴത്തിൽ ചിന്തിച്ച് അത് ഉൾക്കൊണ്ട് അയാളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ പരിവർത്തനം, അതാണ് ഏറ്റവും ഉയർന്ന തലം. അപ്പോൾ അത് ഒരേ സമയം നമ്മുടെ ഹൃദയവും ശരീരവും എല്ലാം ബന്ധപ്പെടുന്നൊരു പ്രവൃത്തിയാണ്. ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവന ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഫവല്ലാഹി വമാ തദബ്ബുറു ആയാത്തിഹി ഇല്ല തിബാഉഹ. യഥാർത്ഥ തദബ്ബുർ എന്നുള്ളത് അതിനെ പിൻപറ്റലല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളത്. നേരത്തെ തലാഹ
ആ തിലാവത്ത് എന്നുള്ള പദത്തിൻ്റെ ഒരു അർത്ഥം ഓർക്കുന്നുണ്ടാകും. അദ്ദേഹത്തിൻ്റെ തന്നെ അങ്ങേറ്റം ചിന്തിപ്പിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു പ്രസ്താവനയിൽ നസലൽ ഖുർആൻ അലി യുതദബ്ബറ വയുഅമല ബിഹി ഫത്തഖദു തിലാവതഹു അമല, ആ ഖുർആൻ അവതരിച്ചത് അതിനെ സംബന്ധിച്ച് ആ തദബ്ബുർ ചെയ്യപ്പെടാനും അതനുസരിച്ച് അമല് പ്രവർത്തിക്കപ്പെടാനുമാണ്. പക്ഷേ ആളുകൾ അതിൻ്റെ ആ പാരായണത്തെ തന്നെ പ്രവർത്തനമായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ പാരായണത്തെ തന്നെ അവർ ലക്ഷ്യമാക്കി എടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പാരായണം പ്രതിഫലാർഹമാണ്, പക്ഷേ അത് ലക്ഷ്യമല്ല. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഒരു ഡോറ് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വലില്ലാഹി മസലുൽ അല, അപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ രോഗം മനസ്സിലാക്കി ഒരു കുറിപ്പടി, ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നാൽ അത് പലതവണ വായിക്കുന്നത് കൊണ്ട് മാത്രം ഒരാളുടെ രോഗം മാറില്ല. മറിച്ച് രോഗം മാറണമെങ്കിൽ അതിൽ പറഞ്ഞതുപോലെ ആ മരുന്ന് വാങ്ങി അയാൾ നിർദ്ദേശിച്ചത് പ്രകാരം അത് കഴിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുകയുള്ളൂ. സമാനമായിട്ട് സത്യം പറയണം, വഖൂലു ഖൗലൻ സദീദ, അല്ലെങ്കിൽ ഗീബത്ത് പറയരുത്. ഇത്തരത്തിലുള്ള ആയത്തുകൾ വളരെ ഈണത്തിൽ ആവർത്തിച്ച് അയാൾ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷേ അയാളുടെ നാവിൽ സദാസമയത്തും കളവും വഞ്ചനയും അതേപോലെ തന്നെ അസത്യങ്ങളും മാത്രമാണെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ ആ ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനിലുള്ള തദബ്ബുർ, ആഴത്തിലുള്ള പഠനവും ചിന്തയെല്ലാം അത് ചാഞ്ചാടുന്ന ഹൃദയത്തിന് ഇസ്ബാത്ത്, ആ സ്ഥിരത നൽകുമെന്ന് നേരത്തെ നമ്മൾ ആ പർവ്വതത്തെക്കുറിച്ചെല്ലാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഖുർആൻ ആ തദബ്ബുറിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളെയും ഒരേ രൂപത്തിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഒന്ന് അഖലാണ്, അവൻ്റെ മൈൻഡാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് ഖൽബാണ്. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അഖല് വിശ്വാസത്തിൻ്റെ ആ ഒരു അടിത്തറ, ആ ഫൗണ്ടേഷൻ അത് ശക്തമാക്കുന്ന സമയത്ത് ഖൽബ് അതിൻ്റെ ആ മാധുര്യം, ആ ഹലാവ അത് അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. അത് രണ്ടിൻ്റെയും സന്തുലിതമായിട്ടൊരു വളർച്ചയാണ് ദൃഢമായിട്ടുള്ള ഈമാൻ്റെ അടിത്തറ. നമ്മൾ അഖൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് ആ ഫൗണ്ടേഷൻ അടിത്തറയെ ശക്തിപ്പെടുത്തും. അവിടെയാണ് ആ യഖീൻ, ഉറച്ച ബോധ്യം ജനിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണം? എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിട്ടുള്ള പ്രവാചകൻ? എന്തുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നു? അപ്പം ഇത്തരത്തിലുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അഖൽ ഉപയോഗിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നിരന്തരം ആ ചിന്തയെ തട്ടി ഉണർത്തിക്കൊണ്ട് അഫലാ തഅഖിലൂൻ അല്ലെങ്കിൽ തഫക്കറൂൻ യദ്ദബ്ബറൂൻ ഉലുൽ അൽബാബ്, അള്ളാഹു 200ഓളം ആയത്തുകളിൽ അള്ളാഹു മനുഷ്യൻ്റെ ചിന്തയെ തട്ടി ഉണർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് പഠിക്കുന്ന സമയത്ത്, തദബ്ബുർ നടത്തുന്ന സമയത്ത് നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ആ റൂട്ട്, ആ വേര് ഉറച്ചതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം അതിനു മുമ്പിൽ ആ വിമർശനത്തിൻ്റെ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ചെറിയ കാറ്റുകൾ വരുന്ന സമയത്തൊന്നും ആ വൃക്ഷം കടപുഴകി വീഴുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു അസ്ലുഹ സാബിത്ത്, അതിൻ്റെ വേരുകൾ ഉറച്ചതാണെന്നെല്ലാം അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ആ ഫൗണ്ടേഷൻ, ആ ബേസ് ലൈൻ. അത് നമ്മൾ പഠിക്കും തോറും ആ ബേസ് ലൈൻ ഉയർന്നു വരുമെന്നുള്ള. അതേസമയം അടുത്ത കേന്ദ്രമായിട്ട് വരുന്നത് ആ ഖൽബാണ്. അത് വികാരങ്ങളുടെ കേന്ദ്രമാണ്. അത് അഖലിനെ പോലെ സദാസമയത്തും ഒരേ രൂപത്തിലല്ല, മറിച്ച് അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതാണ് തഖല്ലുബ്. അപ്പോൾ വിശ്വാസം അത് ശക്തമായിട്ടുള്ള ഒരു അടിത്തറക്ക് മീതെ, അതായത് ആ യഖീനോടുകൂടെ നമ്മൾ സ്ഥാപിക്കാതെ കേവലം മതമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, വൈകാരിക ബന്ധത്തിന് പുറത്ത് മാത്രം നമ്മൾ സ്ഥാപിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭൗതികവാദി വന്ന് ഒരു 2-3-4 ചോദ്യം ചോദിക്കുമ്പോഴേക്കും അവൻ്റെ അടിത്തറ ഇളകാൻ തുടങ്ങും. ആ ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്താൻ, ആ വേരുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ നിരന്തരം ആ തഫക്കുറും തദബ്ബുറെല്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾ എത്ര ഉറപ്പിക്കുന്നു അത്രയും ആ ചാഞ്ചാടുന്ന ഹൃദയം അത് സ്റ്റേബിളായിട്ട് മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ തദബ്ബുറിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഈ 2 വാതിലുകളും നമ്മൾക്ക് മുമ്പിൽ തുറക്കുന്നുണ്ട്. അത് അഖലുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തു നിസാഇൻ്റെ 82-ാമത്തെ വചനത്തിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂഹു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ തദബ്ബുർ നടത്തുന്നില്ല, അത് അള്ളാഹിൻ്റെ അടുത്തു നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ, പൊരുത്തക്കേടുകൾ, കോൺട്രഡിക്ഷൻസ് നിങ്ങൾക്ക് കണ്ടെത്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ അത്തരം പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന അത് യുക്തിപരമായിട്ടുള്ള അഖലിയായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്, ഇൻ്റലക്ച്വൽ എക്സസൈസാണ് അതൊരാൾ ചെയ്യുന്ന സമയത്ത്. അതേസമയം ഖൽബുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്ത് മുഹമ്മദിൻ്റെ 24-ാമത്തെ വചനത്തിൽ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ആ ഖുർആനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുകളുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഒരാൾ അഖല് വഴി അയാൾക്ക് എത്ര ഉറച്ച ബോധ്യം, യഖീനുണ്ടെങ്കിലും ആ ഹൃദയം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൻ്റെ മാധുര്യം, അള്ളാഹിൻ്റെ ആ വചനങ്ങളുടെ ആഴമൊന്നും അയാൾക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഹൃദയത്തിൻ്റെ പൂട്ടുകൾ അതിന് തടസ്സമായിട്ട് വരാണ്. ആ പൂട്ടുകൾ എന്നുള്ളത് ഹൃദയത്തിനകത്തുള്ള അഹങ്കാരം, അസൂയ, അഹന്ത, ഇതേ രൂപത്തിലുള്ള ഹൃദയ രോഗങ്ങളാണ്. അപ്പം അഖല് ബുദ്ധിപരമായിട്ട് എത്ര ബോധ്യപ്പെട്ട സത്യങ്ങളും സ്വീകരിക്കാൻ ആ പൂട്ടുകൾ തടസ്സമാകുന്നു എന്നുള്ളത്. നമ്മൾ ആ പൂട്ടുകൾ തുറക്കുന്ന സമയത്ത് അകത്തേക്ക് ആ സത്യവും അള്ളാഹിൻ്റെ വചനങ്ങളും കയറും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ആദ്യം പറഞ്ഞ അഖല് അത് ഉറച്ച ബോധ്യം നമ്മളിൽ ഉണ്ടാക്കും. അതേസമയം ആ ഉറച്ച ബോധ്യങ്ങൾ
ആ കൽബ് തുറന്ന ഹൃദയങ്ങളിൽ ആ വിശ്വാസത്തിൻ്റെ ആ മാധുര്യം നമ്മൾ അനുഭവിപ്പിക്കുന്നു എന്നുള്ളത്. അതുവഴി ഒരു പരിവർത്തനം അവിടെ സാധ്യമാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ആ തദബ്ബുറിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ആ രണ്ട് ഫാക്കൽറ്റി, നമ്മുടെ അഖലിനെയും കൽബിനെയും രണ്ടിനെയും ഒരേ രൂപത്തിൽ ഖുർആൻ അഡ്രസ്സ് ചെയ്യുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ആ ഗ്രന്ഥത്തിൻ്റെ അവതരണ ലക്ഷ്യം ലിയദ്ദബ്ബറു ആയാത്തിഹി, ആയത്തുകളെ സംബന്ധിച്ച് തദബ്ബുർ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്, ചെറിയ സൂറത്തുകൾ അൽ ഖാരി, അൽ സിൽസാൽ, ഇത്തരത്തിലുള്ള സൂറത്തുകൾ അത് തദബ്ബുറോടുകൂടി ആഴത്തിൽ ചിന്തിച്ച് ഓതുന്നതാണ് വലിയ സൂറത്തുകൾ. അൽ ബഖറ, ആൽ ഇംറാൻ പോലെയുള്ള സൂറത്തുകൾ തദബ്ബുറോടല്ലാതെ കേവല പാരായണം ചെയ്തു പോകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന ആ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയുള്ള നിരവധി മുന്നൊരുക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചത്. അതിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുന്ന എല്ലാം മാറ്റി നിർത്തി നമ്മുടെ അകവും പുറവുമെല്ലാം ഒരേ രൂപത്തിൽ നിശബ്ദമാക്കി ശ്രദ്ധ തെറ്റിക്കുന്ന പിശാചിൽ നിന്നെല്ലാം രക്ഷ ചോദിച്ച് അള്ളാഹിൻ്റെ നാമത്തിലാണ് നമ്മളത് ആരംഭിക്കുന്നത്. ആ പാരായണ നിയമങ്ങൾ, തജ്വീദ് അടക്കം, അത് നമ്മൾ പെട്ടെന്ന് ഓതിപ്പോകാതെ ആ നിയമങ്ങൾ പാലിച്ച് വളരെ സ്ലോ ആയി ഓതുന്നതെല്ലാം ആ തദബ്ബുറാകുന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങളാണ്. ആ തജ്വീദ് മാത്രമല്ല, തഫ്സീറുകൾ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ, ഭാഷയിലും മതത്തിലെല്ലാം ഗഹനമായിട്ട് അറിവുള്ള യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, അവർ തഫ്സീർ രചിക്കുന്ന അതിൻ്റെ ലക്ഷ്യം അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് തദബ്ബുർ നടത്താൻ വേണ്ടിയിട്ടാണ്. വ്യത്യസ്ത മുഫസ്സിറുകൾ, ആ ഖുർആൻ വ്യാഖ്യാതാക്കൾ, അവർ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട നിരവധി അടിസ്ഥാന വിവരങ്ങൾ നമ്മളിലേക്ക് നൽകുകയാണ്. ആ ആയത്തിൻ്റെ അർത്ഥം, അതേപോലെ തന്നെ അത് ഏത് സമയത്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അവതരിച്ച സന്ദർഭം, അതേപോലെ തന്നെ മുൻഗാമികൾ അതിനെ ഏത് രൂപത്തിൽ മനസ്സിലാക്കി, അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ, അതല്ലെങ്കിൽ സമാനമായിട്ട് ഖുർആനിൽ കടന്നു വരുന്ന ചില ഭാഗങ്ങൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ, ഇതെല്ലാം അവർ വിവരിച്ചു പോവാൻ. അത് വായിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ അത് വായിക്കുന്ന സമയത്ത് അതിൽ നിന്നും ആ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി, അതായത് ഇപ്പം അവിടെ മുഫസ്സിർ നൽകിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ അത് എന്നെയും എൻ്റെ ജീവിത സാഹചര്യത്തെയും സമകാലിക സാഹചര്യങ്ങളെല്ലാം എങ്ങനെ ബാധിക്കുന്നുവെന്ന് ചിന്തിച്ച്, അതല്ലെങ്കിൽ ഖുർആൻ അവിടെ എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിച്ച് നമ്മളായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആ ഖുർആൻ വഴി ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം, അതാണ് തദബ്ബുർ. ആ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് നമ്മുടെ പരിവർത്തനത്തിന് കാരണമായി തീരുമെന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ തഫ്സീറുകളുടെ ലക്ഷ്യം. അതിനാണ് അള്ളാഹു ഫീഹി ദിക്റുക്കും, അതിൽ ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഉത്ബോധനമുണ്ട്, അതിനെ ദിക്ർ എന്ന്, ഉത്ബോധനമെന്നെല്ലാം വിശേഷിപ്പിക്കാനുള്ള കാരണം. ആ തദബ്ബുർ അത് ഏതൊരാൾക്കും നിർവഹിക്കാവുന്നതാണ്, നിർവഹിക്കേണ്ടതാണ്, ഭാഷ പോലെ അതിന് തടസ്സമല്ല എന്നുള്ളത് പറയാനുള്ള കാരണം. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വളരുന്ന മതം ഇസ്ലാമാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി അനുഭവങ്ങൾ പറയാനുണ്ടാകും. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ ശ്രദ്ധിച്ചാൽ ഒരു 90% ആളുകൾക്കും പറയാനുള്ള നമ്പർ 1 റീസണായിട്ട് കടന്നു വരുന്നത് അവർ ഖുർആൻ വായിച്ചതാകും. കാലങ്ങളായിട്ട് അവർ ഉത്തരം തേടിക്കൊണ്ടിരുന്ന നിരവധി ചോദ്യങ്ങളായിട്ട് അവർ ഖുർആൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ ഖുർആൻ വായിക്കുന്നു, ആ ഖുർആൻ വഴി അവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയാണ്. അവർ ഖുർആൻ വായിച്ച സമയത്ത് ഖുർആൻ അവരെ വായിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ്. അതുവഴി അവർ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായിത്തീരാണ്. പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അവർ ഭാഷ അറിഞ്ഞിട്ടല്ല, അവർ പരിഭാഷയാകും അവർ വായിച്ചിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഭാഷ വലിയ ഘടകമാണ്, അത് പഠിക്കേണ്ടതാണ്, പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് ഖുർആനെ യഥാക്രമം അടിച്ചറിയാൻ, ആഴത്തിലറിയാൻ അത് സഹായിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഭാഷ അറിയാതിരിക്കുന്നത് പോലും ആ തദബ്ബുറിന് തടസ്സമല്ല എന്നുള്ളതാണ്. ചില സമയത്ത് ഒരേ ആയത്തുകൾ 2 ആളുകൾ വായിക്കുന്ന സമയത്ത് ഭാഷയിൽ അഗാധ പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതനേക്കാൾ വലിയ ഉൾക്കാഴ്ച ആ ആയത്തിൽ നിന്നും അയാളുടെ അത്ര വിജ്ഞാനമില്ലാത്ത എന്നാൽ അയാളെക്കാൾ ആത്മാർത്ഥതയും സമയമെല്ലാം നീക്കിവെക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള വായനക്കാരന് ലഭിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ട് വേണ്ടത് ആത്മാർത്ഥത, അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, പ്രാർത്ഥനകൾ, അതിനനുസരിച്ച് ആ ഖുർആൻ്റെ നിധി ഏതൊരാൾക്കും നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ ഖുർആൻ ലാ യുഅതീക ബഅ്ളഹു ഹത്താ തുഅതീഹി കുല്ലഹു, നീ നിന്നെ മുഴുവനായിട്ട് ഖുർആൻ നൽകുന്നത് വരെ ഖുർആൻ അതിൻ്റെ ചിലതുപോലും നിനക്ക് നൽകില്ല എന്നുള്ളതാണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ നൽകുന്നത് കുറച്ചാണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും അതിൽ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും സമർപ്പണത്തോടുകൂടെ നമ്മൾ അത് ഖുർആൻ നൽകുന്ന സമയത്താണ് ഖുർആൻ അതിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് നൽകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ട പിറ്റേ ദിവസം തന്നെ അയാളുടെ രഹസ്യം നമ്മളോട് പറയാറില്ല. നമ്മൾ അയാളോട് അടുത്ത് ഇടപഴകി വലിയൊരു ആത്മബന്ധം സ്ഥാപിക്കുന്ന സമയത്താണ് അയാളുടെ രഹസ്യങ്ങൾ നമ്മൾക്ക് കൈമാറുക. അതേ രൂപത്തിൽ ഖുർആനായിട്ട് നമ്മൾ എത്ര വലിയ ആത്മബന്ധം സൃഷ്ടിക്കുന്നു അത്രയും ഖുർആൻ്റെ രഹസ്യങ്ങൾ അത് നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ അങ്ങോട്ട് നൽകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയായിട്ടാണ് ഇത് തിരിച്ചു നൽകുക. ഓർക്കുന്ന നേരത്തെ ഖുർആൻ മുബാറക്കാണ്, അത് ബർക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്, അതേപോലെ തന്നെ അൽ കരീമാണ്. അപ്പോൾ നമ്മൾ നൽകുന്നതിനനുസരിച്ച്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അള്ളാഹിനെ സംബന്ധിച്ച്
അള്ളാഹ് പറയുന്നു, മൻ അതാനി യംഷി അതൈതുഹു ഹർവല. നിങ്ങൾ നടന്നെടുക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളിലേക്ക് ഓടി അടുക്കുമെന്ന് പറയുന്നുണ്ട്. സമാനമായിട്ട് നമ്മളൊരല്പം ഖുർആനിലേക്ക് അടുക്കുന്ന സമയത്ത് ഖുർആൻ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ആ തദബ്ബറിലൂടെ ഖുർആനായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സന്ദർഭങ്ങളും ആ ഖുർആനിക വചനങ്ങളുടെ പ്രതിഫലനങ്ങളായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും പ്രബോധന രംഗത്ത് സജീവമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഖുർആനിക ആയത്തുകളെല്ലാം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഇനി നമ്മുടെ പ്രവർത്തന മേഖല സാമ്പത്തിക രംഗമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുട്ടി നഷ്ടപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ആളുകളെല്ലാം അവർ സൂറത്ത് യൂസുഫിൽ ആശ്വാസം കണ്ടെത്താനുള്ള കാരണം. അത്തരം ആളുകൾ പലപ്പോഴും അവരുടെ ഫേവറേറ്റ് സൂറത്തായിട്ടെല്ലാം സൂറത്ത് യൂസുഫ് പറയാറുണ്ട്. അതല്ലെങ്കിൽ കഠിനമായിട്ടുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അവർ ശമനം കണ്ടെത്താറുണ്ട്. അതല്ലെങ്കിൽ സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അവർ ശമനം കണ്ടെത്താറുണ്ട്. കാരണം ഇതെല്ലാം റിലേറ്റബിൾ ആണ്, അതായത് അവരുടെ ആ ജീവിത സാഹചര്യങ്ങളായിട്ട് അത് യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതവും ഖുർആനും തമ്മിലുള്ള കണക്ഷൻ എത്ര ശക്തമാണോ അത്രയും ഖുർആൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോപ്പപ്പ് ചെയ്ത് പ്രതിഫലിച്ചു വരിക എന്നുള്ളതാണ്. അത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്താകും നമ്മൾ അത്രയും കാലം വല്ലാതെ ശ്രദ്ധിക്കാതെ കേവലം ഓതിപ്പോയ ഖുർആൻ്റെ ഒരു ഭാഗത്തിന് പുതിയൊരു കളർ, പുതിയൊരു ഫ്ലേവർ, പുതിയൊരു ഡയമെൻഷൻ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഖുർആൻ്റെ ഭാഗമായിട്ട് മുമ്പ് അത്രയും കാലം നമുക്കില്ലാത്ത പുതിയൊരു ആത്മബന്ധം ആ അനുഭവം വഴി നമുക്ക് ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയത് തന്നെ ആ ഖുർആൻ്റെ ആ ഭാഗമായിട്ട് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയായിരിക്കും. ഓർക്കുന്നുണ്ടാകും, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ട്, ദുഃഖം കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്ത് ആലി ഇമ്രാനിലുള്ള വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ആ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ആയത്ത് ആദ്യമായിട്ട് കേട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത്രയും കാലം ആയത്ത് ആ രൂപത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ രൂപത്തിൽ നമ്മുടെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് ഓരോ ആയത്തുകൾ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ആ ഖുർആൻ കേവലം വായിച്ചു തീർക്കലല്ല, മറിച്ച് നമ്മുടെ ജീവിതം ആ ഖുർആനിൽ അവസാനിപ്പിക്കലാണ്. അപ്പം അതിനു വേണ്ടിയാകണം നമ്മുടെ പരിശ്രമം. അതിന് ആ തദബ്ബുർ നമ്മളെ സഹായിക്കും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് അടുത്ത ഭാഗത്ത് ആ ഖുർആനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, ആ തദബ്ബുർ മുൻഗാമികളുടെ ജീവിതത്തിലുണ്ടാക്കിയ അത്ഭുതകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ, അതിനുള്ള ചില ഉദാഹരണങ്ങൾ, അത്തരം ചരിത്രങ്ങളായിരിക്കും നമ്മൾ അടുത്ത ഭാഗത്ത് വിശദീകരിക്കുക. അള്ളാഹു ആ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിലുടനീളം ആ ഖുർആൻ്റെ വെളിച്ചം മുറുകെ പിടിച്ച് നാളെ ഖബറിലും മരണാനന്തര ജീവിതത്തിലെല്ലാം ആ ഖുർആൻ വെളിച്ചം നൽകുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.